പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനത്തിൽ ഈശോയുടെ കാരുണ്യവും കരുതലും വിടുതലും സൗഖ്യവും സന്തോഷവും സമാധാനവും നമ്മളിലെല്ലാം വന്ന് നിറയട്ടെ കേട്ടോ. ഈശോയെ ഗെത്സെമനിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പടയാളികൾ വന്ന്, പ്രധാന പുരോഹിതരും പടയാളികളൊക്കെ വന്ന് ഈശോയെ കരങ്ങളൊക്കെ കെട്ടി പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്തോറിയത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിലാത്തോസിൻ്റെ കൽപ്പന അനുസരിച്ച് ഈശോയെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൽത്തൂണിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നുണ്ട്. ശരീരത്തിൽ എന്താണ്, മാംസം അസ്ഥിയൊക്കെ വല്ലാതെ വേദനിക്കുന്ന തരത്തിൽ ചോര ചിന്തുമാറ് ഈശോയ്ക്ക് ചാട്ടവാർ അടികൾ ഏൽക്കുന്നുണ്ട്. ഇതുപോലെ ഇന്നിപ്പോൾ ഈ ആരാധനയുടെ സമയത്ത് ഈ കൽത്തൂണിൽ കെട്ടപ്പെട്ട അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതായത് ജീവിതത്തിൽ ആരാലും രക്ഷിക്കാൻ പറ്റത്തില്ല, കുടുങ്ങിപ്പോയ ആളുകളുണ്ടെങ്കിൽ, ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ, കൽത്തൂൺ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഈശോ നിങ്ങളെ രക്ഷിക്കട്ടെ കേട്ടോ. ഈശോ പോയ അതേ വേദനയിലൂടെ കടന്നു പോകുന്നവരാ. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് അച്ഛൻ പറയാം. അതായത് അച്ഛൻ്റെ അടുത്തൊരു അനാഥയായ ഒരു അമ്മച്ചി വന്നു. എന്നിട്ട് പറയുമായിരുന്നു, അച്ഛൻ വീട്ടിൽ ഭർത്താവ് മർദ്ദനമാണ്, അമ്മായിയമ്മയുടെ ഒരു സമാധാനവും ഇല്ല. പക്ഷെ അച്ഛൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വേറെ എവിടെ പോയി ഞാൻ താമസിക്കും, ഞാൻ അനാഥയാണ്. കണ്ടോ, അതാണ് കൽത്തൂൺ അനുഭവം എന്ന് പറയുന്നത്, കെട്ടപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്. ഈ ഒരു തിരി കണക്കെ ഉരുകിത്തീരുക എന്നല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു ഓപ്ഷനില്ല. ഇതുപോലെയൊക്കെ വല്ലാതെ കെട്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ പീഡനം മൂലം, ശാരീരികമാകാം മാനസികമാകാം, പീഡനം മൂലം വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഭാര്യയുടെ കുത്തുവാക്കുകൾ മൂലം മനസ്സമാധാനം ഇല്ലാത്ത വ്യക്തിയാണോ നീ? ഭർത്താവിൻ്റെ കുത്തുവാക്കുകൾ മൂലം, വേദനിപ്പിക്കലുകൾ മൂലം തളർന്നിരിക്കുന്ന വ്യക്തിയാണോ നീ? സമൂഹം നിന്നെ ചാപ്പ കുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണോ നീ? എങ്കിലും നീ കൽത്തൂൺ അനുഭവത്തിൽ കിടക്കുന്ന ഒരാളാണ്. നിന്നെ ഈശോയ്ക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാവത്തില്ല. ഈശോയ്ക്കല്ലാതെ നിന്നെ ആ ഒരു കൽത്തൂൺ അനുഭവത്തിൽ നിന്ന് വിടുതൽ തരാനായിട്ട് വേറെ ആർക്കും പറ്റത്തില്ല. ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കൽത്തൂൺ അനുഭവത്തിലുള്ള എല്ലാവരെയും ഈശോ രക്ഷിക്കട്ടെ കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങ് എന്നെ രക്ഷിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.